നീറ്റ് 2020 2020 നീറ്റ് എക്സാമിനേഷൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. A short electric dipole has a dipole moment of 16 into 10 raised to minus 9 coulomb meter. The electrical potential due to the dipole at a point at a distance 0.6 meter from the center of the dipole situated on a line making an angle 60 degree with the dipole axis is. നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെന്റ് P is equal to 16 into 10 raised to minus 9 coulomb meter ആണ് എന്ന് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് സ്മോൾ r is equal to 0.6 meter ആണ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ തീറ്റ is equal to 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇത്രയും ഡേറ്റയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളത്. അതായത് ഇതാണ് നമ്മുടെ ഡൈപോൾ. ഈ ഡൈപോളിൻ്റെ സെന്ററിൽ നിന്നും 0.6 മീറ്റർ അകലെയുള്ള പോയിന്റ്. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നാം കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to 1 by 4 pi epsilon 0 into P cos theta divided by R square, or V is equal to 1 by 4 pi epsilon 0, that is 9 into 10 raised to 9 P 16 into 10 raised to minus 9 into cos 60 divided by R square, 0.6 square, 0.6 square, or V is equal to 9 into 10 raised to 9 10 raised to minus 9 cancel ആകും. 16 into cos 60. Cos 60 is 1 by 2 divided by 0.6 square is equal to, ഈ 2ഉം 16ഉം ക്യാൻസൽ ആവുന്നു, 8. 9 into 8 72 by 0.6 square 0.36, that is equal to 200 volt എന്ന് കിട്ടും. A series LCR circuit is connected to an AC voltage source. When L is removed from the circuit, the phase difference between current and voltage is pi by 3. If instead capacitor is removed, the phase difference is again pi by 3. The power factor of the circuit is. ഇവിടെ നമുക്കൊരു LCR സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിൽ നിന്ന് ഇൻഡക്ടർ നമ്മൾ റിമൂവ് ചെയ്താൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ബൈ 3 റേഡിയനാണ്. ഇനി ഇൻഡക്ടറിന് പകരം കപ്പാസിറ്റർ ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിലോ, ഇൻഡക്ടർ അവിടെ തന്നെ ഉണ്ട്, കപ്പാസിറ്റർ റിമൂവ് ചെയ്യുന്നു. കപ്പാസിറ്റർ ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ again the power factor, the phase difference is pi by 3 radian. ഇൻഡക്ടർ റിമൂവ് ചെയ്താലും കപ്പാസിറ്റർ റിമൂവ് ചെയ്താലും ഫേസ് ഡിഫറൻസ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസും കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസും ഈക്വൽ ആണ്.
എപ്പോഴാണ് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസും ഈക്വൽ ആകുന്നത്? അറ്റ് റെസൊണൻസ്. റെസൊണൻസിലാണ് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസും ഈക്വൽ ആകുന്നത്. ഇവിടെ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ദ സർക്യൂട്ട് ഈസ് അറ്റ് റെസൊണൻസ്. സർക്യൂട്ട് റെസൊണൻസിലാവുമ്പോൾ പവർ ഫാക്ടർ യൂണിറ്റിയാണ്. സർക്യൂട്ട് റെസൊണൻസിലാണ്, അതുകൊണ്ട് പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. സർക്യൂട്ട് ഈസ് അറ്റ് റെസൊണൻസ്, therefore പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 times the threshold frequency omega is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and intensity is doubled? ശ്രദ്ധിക്കൂ, നമ്മുടെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിലേക്ക് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി? ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യിക്കണമെങ്കിൽ ആവശ്യമായ മിനിമം ഫ്രീക്വൻസിയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ വന്നു വീഴുന്ന ലൈറ്റിന് ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉണ്ട്. 1.5 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഹാഫ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി പകുതിയാക്കിയാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 1.5 ടൈംസ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി 0.75 ആക്കിയാൽ എന്ത് സംഭവിക്കും? 0.75 ആക്കിയാൽ എന്ത് സംഭവിക്കും? 0.75 എന്ന് പറഞ്ഞാൽ ആവശ്യമായ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ്. 0.75 ടൈംസ് ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും ഉണ്ടെങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കൂ. അങ്ങനെയാണെങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഫ്രീക്വൻസി ഹാഫ് ആക്കിയപ്പോൾ 0.75 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആയി എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഉണ്ടാവില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവില്ല, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈമെൻഷൻസ് ഓഫ് സ്ട്രെസ് ആർ. സ്ട്രെസ്സിന്റെ ഡൈമെൻഷൻ നമുക്കറിയാം. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് പെർ ഏരിയ. എന്താണ് ഫോഴ്സിന്റെ ഡൈമെൻഷൻ? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ബൈ ഏരിയ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈമെൻഷൻ ml t⁻². ഇതാണ് ഫോഴ്സിന്റെ ഡൈമെൻഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയയുടെ ഡൈമെൻഷൻ L² ആണ്. വേണമെങ്കിൽ നമുക്ക് m⁻⁴ L² t⁻² എന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല. L². ഈ L² ഈ എല്ലുമായിട്ട് ക്യാൻസൽ ആകും. അത് മേളിൽ പോകുമ്പോൾ L⁻⁻1 or this is equal to mL⁻⁻1 t⁻². ഇതാണ് സ്ട്രെസ്സിന്റെ ഡൈമെൻഷൻ. ഡൈമെൻഷൻ ഓഫ് സ്ട്രെസ് mL⁻⁻1 t⁻². അടുത്ത ക്വസ്റ്റ്യൻ, an electron is accelerated from rest through a potential difference of V volt.
if the Broglie wavelength of the electron is 1.227 into 10 raised to minus 2 nanometer, the potential difference is. അവിടെ നമുക്ക് the Broglie wavelength തന്നിട്ടുണ്ട്. Lambda is equal to 1.227 into 10 raised to minus 2 nanometer. എന്നാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കുമ്പോൾ ഉള്ള വേവ് ലെങ്തിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് 1.227 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് v നാനോമീറ്റർ ആണ്. ഇവിടെ ഇത് നമ്മുടെ ഫോർമുല അനുസരിച്ചുള്ള വേവ് ലെങ്ത് ആണ്. ഒരു ഇലക്ട്രോണിനെ v എന്ന് പറയുന്ന പൊട്ടൻഷ്യലിലൂടെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ഇത്രയുമാണ്. ആ വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ 1.227 into 10 raised to minus 2 എന്ന് തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാധനമാണ്, വോൾട്ടേജ് അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ ത്രൂ വിച്ച് ഇലക്ട്രോൺ ഈസ് ആക്സലറേറ്റഡ്. അതാണ് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു. റൂട്ട് പി മേളിൽ കൊണ്ടുപോകുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് വി ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം 1.227 into 10 raised to minus 2. ഞാനിവിടെ യൂണിറ്റിന്റെ കൺവേർഷൻ നടത്തിയില്ല, കാരണം നമ്മുടെ ഫോർമുല നാനോമീറ്ററിലാണ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേവ് ലെങ്തും നാനോമീറ്ററിലാണ്. നമുക്കറിയാം 1.27 ക്യാൻസൽ ആയി പോവും, ഇതും ക്യാൻസൽ ആയി പോവും. ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ v is equal to 1 by 10 raised to minus 4 or is equal to 10 raised to 4 volt. 10 raised to 4 volt, 10,000 volt. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The capacitance of a parallel plate capacitor with air as the medium is 6 microfarad. With the introduction of dielectric medium, the capacitance becomes 30 microfarad. The permittivity of the medium is. ആദ്യം ഒരു കപ്പാസിറ്റർ ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതിന്റെ കപ്പാസിറ്റൻസ് 6 മൈക്രോഫാരഡ് ആണ്. എന്നാൽ ഒരു മീഡിയം പ്ലേസ് ചെയ്തപ്പോൾ കപ്പാസിറ്റൻസ് 30 മൈക്രോഫാരഡ് എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എത്രയാണ് എന്നാണ്. ആദ്യം ഫ്രീ സ്പേസ് ആണ്. ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് C is equal to epsilon 0 A by D. ഇതാണ് ക്വസ്റ്റ്യനിൽ 6 മൈക്രോഫാരഡ് എന്ന് തന്നിരിക്കുന്നു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇതിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റൻസ് എത്രയായി? C dash is equal to epsilon R epsilon 0 A by D. ഇതാണ് നമുക്ക് 30 മൈക്രോഫാരഡ് എന്ന് തന്നിരിക്കുന്നത്. 30 മൈക്രോഫാരഡ് എന്ന് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി 6 ആണ് നമുക്കറിയാം. അപ്പോൾ C dash is equal to epsilon R into 6 is equal to 30 എന്ന് പറഞ്ഞാൽ എപ്സിലൺ ആറിന്റെ വാല്യൂ 5 ആണ്.
epsilon r is equal to 5. എന്താണ് epsilon r? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ല, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ. ആ ബന്ധം ഈസ് എപ്സിലൺ ബൈ എപ്സിലൺ ആർ is equal to epsilon 0, where epsilon 0 അല്ലെങ്കിൽ epsilon naught is the permittivity of free space. ഇവിടെ epsilon is equal to epsilon 0 epsilon r. epsilon എന്ന് പറയുന്നതാണ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് epsilon is equal to epsilon 0യുടെ വാല്യൂ നമുക്കറിയാം, 8.85 into 10 raised to minus 12 into epsilon r, that is 5. Or epsilon is equal to 0.44 into 10 raised to minus 10. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നാം കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. Question number 7. The solids which have negative temperature coefficient of resistance are. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് സെമികണ്ടക്ടേഴ്സ് ഓൺലി, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമികണ്ടക്ടേഴ്സ്, മെറ്റൽസ്, ഇൻസുലേറ്റേഴ്സ് ഓൺലി. 4 ഓപ്ഷൻസ് ആണ്. The solids which have negative temperature coefficient of resistance. എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമുക്കറിയാം. എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിനുണ്ടാകുന്ന ചേഞ്ചിന്റെ ഒരു മെഷറാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, പോസിറ്റീവ് ആണ്, വേരിയേഷൻ ഈസ് പോസിറ്റീവ്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും ഇൻസുലേറ്റേഴ്സിന്റെ കേസിലും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, ഇൻസുലേറ്റേഴ്സിനും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫോർ ട്രാൻസിസ്റ്റർ ആക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ബോത്ത് എമിറ്റർ ജംഗ്ഷൻ ആസ് വെൽ as collector junction are forward biased. The base region must be very thin and lightly doped. The base, emitter and collector regions should have same doping concentrations. Base, emitter and collector regions should have the same size. ശ്രദ്ധിക്കുക, ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്ററിന് 3 റീജിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഇതിൽ എമിറ്റർ ഈസ് ഹെവിലി ഡോപ്ഡ്. എമിറ്ററിനാണ് ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്തിരിക്കുക. കാരണം എമിറ്ററാണ് ചാർജ് കാരിയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്, ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് ഡോപ്പ് ചെയ്തിരിക്കുന്നത് ബേസ് ആണ്. ബേസ് റീജിയൻ വളരെ തിന്നാണ്. കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. അതുപോലെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം. ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെങ്കിൽ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം.
ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടുള്ളത് ബേസ് ഈസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. ബേസ് തിന്നാണ്, ബേസ് ഈസ് lightly doped. Question number 9. A screw gauge has least count of 0.01 millimeter. There are 50 divisions in its circular scale. 50 divisions in its circular scale. The pitch of the screw is, നമുക്ക് ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്. LC ലീസ്റ്റ് കൗണ്ട് 0.01 millimeter. അതുപോലെ നമ്പർ ഓഫ് ഡിവിഷൻസ് തന്നിട്ടുണ്ട് 50. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. അല്ലെങ്കിൽ പിച്ച് ഈസ് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. ഇവിടെ pitch is equal to least count 0.01 millimeter into number of divisions 50 is equal to 0.5 millimeter. Pitch of the scale is 0.5 millimeter. Question number 10. The phase difference between displacement and acceleration of a particle in a simple harmonic motion is. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് and is towards the mean position, towards the equilibrium position. Therefore, F proportional to minus x. But according to Newton's law, F is equal to ma. F is equal to ma. Or ma proportional to minus x. Mass constant ആണ്. Acceleration proportional to minus x. This minus sign indicates that acceleration and displacement are 180 degree out of phase. അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ. 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. A solenoid of 50 centimeter length having 100 turns carries a current 2.5 ampere. The magnetic field at the center of the solenoid is. ഒരു സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 50 into 10⁻⁻² മീറ്റർ.
സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് 100 ആണ്. സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് I is equal to 2.5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ സോളിനോയിഡിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോളിനോയിഡിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല B is equal to mu0 Ni ആണല്ലോ. ഇത് നമുക്കറിയാം, അറിയണം. What is mu0? It is permeability of free space. What is N? Number of turns per unit length. ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ആൻഡ് വാട്ട് ഈസ് I? The current passing through the solenoid, or this can be written as B is equal to mu0 Ni by L. Number of turns per unit length, capital N by L. Small n ന് പകരം capital N by L. Number of turns per unit length. എല്ലാം നമുക്കറിയാം. That is B is equal to mu0 4 pi into 10 raised to minus 7 ആണല്ലോ permeability of free space in the value into N. Number of turns 100 ആണ്, into I 2.5 ആംപിയർ divided by L. What is that? 50 into 10 raised to minus 2. 50 into 10 raised to minus 2. നമ്മളിതിനെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് B is equal to, ഇവിടെ 2.5ഉം 5ഉം ക്യാൻസൽ ആവും, ഡിനോമിനേറ്ററിൽ 2, 2ഉം 4ഉം ക്യാൻസൽ ആവും, ന്യൂമറേറ്ററിൽ 2, 2 into pi എന്ന് പറഞ്ഞാൽ 6.28 into 10 raised to minus 7, 10 raised to 5 minus 5, 0 കൂടെ 10 raised to minus 1, 10 raised to minus 4, 10 raised to minus 4 Tesla. 6.28 into 10 raised to minus 4 Tesla. അതാണ് നമ്മുടെ ആൻസർ. Question number 12. A ball is thrown vertically downward with a velocity 20 meter per second from the top of a tower. It hits the ground after some time with a velocity 80 meter per second. The height of the tower is, ശ്രദ്ധിക്കുക, ഒരു ടവറിന്റെ മണ്ടയിൽ നിന്ന് ഒരു ബോളിനെ താഴേക്ക് എറിഞ്ഞു, വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ V1 is equal to 20 meter per second. Final velocity V2 is equal to 80 meter per second. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടവറിന്റെ ഹൈറ്റ് എത്ര എന്നാണ്. നമുക്കറിയാം ടവറിന്റെ മേളിൽ വെച്ച് ബോളിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. താഴോട്ട് വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ കേസിൽ ഇതിന് തുടക്കത്തിലേ കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ട് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി mgh is equal to change in kinetic energy. That is, mgh is equal to half m into v2 square minus v1 square.
എമ്മും എമ്മും ക്യാൻസൽ ആകും. GH is equal to half V2 square minus V1 square. അല്ലെങ്കിൽ H is equal to V2 square minus V1 square by 2G. That is equal to, what is V2? It is 80. 80 square minus, what is V1? 20. 20 square divided by 2G. 2 into 10. നമ്മൾ ജി എ 10 ആയിട്ട് എടുക്കുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ H is equal to 300 മീറ്റർ എന്ന് കിട്ടും. ടവറിന്റെ ഹൈറ്റ് 300 മീറ്റർ ആണ്. 300 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The color code of a resistance is given below. The values of resistances and tolerance respectively are. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ കളർ കോഡ് അനുസരിച്ചാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള റെസിസ്റ്റൻസിന്റെ കളർ കോഡ് ഇങ്ങനെയാണ്. ആദ്യം യെല്ലോ, this is yellow, then yellow, then violet, then brown, then gold. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. നമുക്ക് ഓരോ കളറിനും ഓരോ വാല്യൂസ് ആണല്ലോ ഉള്ളത്. ആദ്യം ബ്ലാക്ക്, ബ്ലാക്കിന് 0, then brown 1, red 2, orange 3, yellow 4, green 5, blue 6, violet 7, grey 8, white 9. ഇതാണല്ലോ ഉള്ളത്. നമുക്ക് ഓർത്തിരിക്കാൻ അറിയാം. BB Roy of Great Britain has a very good wife. ഓർത്തിരിക്കാൻ നമുക്കറിയാം. ഇവിടെ യെല്ലോയുടെ കളർ 4 ആണ്. നമ്പർ യെല്ലോയുടെ നമ്പർ 4 ആണ്. 4. വയലറ്റിന്റെ നമ്പർ 7 ആണ്. 47 into അടുത്ത കളറിന്റെ കറസ്പോണ്ടിങ് നമ്പർ നമ്മൾ 10ന്റെ പവർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 10 raised to ബ്രൗണിന്റെ നമ്പർ ഈസ് 1 ഇൻറ്റു 10 raised to 1 എന്ന് പറഞ്ഞാൽ 470 ohm. 470 ohm. പിന്നെ ടോളറൻസ് നമുക്കറിയാം. ഗോൾഡ് ആണെങ്കിൽ ടോളറൻസ് ±5% ആണ്. സിൽവർ ആണെങ്കിൽ ±10% ആണ്. കളറൊന്നും ഇല്ലെങ്കിൽ ±20% ആണ്. ഇവിടെ ഗോൾഡ് ആണ്, അതുകൊണ്ട് ടോളറൻസ് ഈസ് ±5%. ±5%. അടുത്ത ക്വസ്റ്റ്യൻ. The Brewster's angle IB for an interface should be. Brewster's angle IB for an interface should be. ഇവിടെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ IBയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. കാരണം Brewster's angle is the angle of incidence
for which reflected light is completely polarized. Plain polarized. ഇവിടെ ഏത് മീഡിയത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെന്നോ, ഏത് മീഡിയത്തിൽ നിന്നാണ്, ഏത് ബൗണ്ടറിയിൽ നിന്നാണ്, ഏത് ഇന്റർഫേസിൽ നിന്നാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്നോ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എങ്കിലും സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത് വെച്ച് എയർ ഗ്ലാസ് ഇന്റർഫേസ് ആണല്ലോ, അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എയർ ഗ്ലാസ് ഇന്റർഫേസ് ആണെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ 57 ഡിഗ്രിയാണ്. 57 ഡിഗ്രിയാണ്. എയർ ഗ്ലാസ് ഇന്റർഫേസ് ആണെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ 57 ഡിഗ്രിയാണ്. ആ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഇങ്ങനെ എഴുതാം: 45 ഡിഗ്രി ലെസ് ദാൻ IB ലെസ് ദാൻ 90 ഡിഗ്രി. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. കാരണം 57 ഡിഗ്രി 45നും 90ക്കും ഇടയിലാണല്ലോ വരിക. പക്ഷേ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഓപ്ഷൻ ഇതാണ്, പക്ഷേ ഇവിടെ ഇന്റർഫേസ് ഏതാണ്, ബൗണ്ടറി ഏതാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്നാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്ന ആൻസർ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: എ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I on one surface of a small angled prism with angle A and emerges normally from the opposite surface. If the refractive index of the material of the prism is mu, then the angle of incidence is nearly equal to. അവിടെ തന്നിരിക്കുന്നത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ആംഗിൾ ഓഫ് പ്രിസം എ തന്നിട്ടുണ്ട്. റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സർഫസിലൂടെ ലൈറ്റ് റേ നോർമൽ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ what is refractive index? refractive index mu ആണ്. അങ്ങനെയാണെങ്കിൽ what is angle of incidence? അതാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ പ്രിസം. This is the incident ray. This is normal. This is refracted ray. Refracted ray അടുത്ത സർഫസിന് നോർമൽ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇവിടെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്. ഈ ആംഗിൾ ഓഫ് പ്രിസം എ ആണ്. നമുക്കറിയാം ദി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ്. ഇവിടെ ഈ ലൈൻ ഞാൻ പേര് കൊടുക്കാം ABC. AC-യും AB-യും തമ്മിലുള്ള ആംഗിളാണ് A. AC-ക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ഈ ലൈറ്റ് റേ, AB-ക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ഈ ഡോട്ടഡ് ലൈൻസ്. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ A തന്നെ ആയിരിക്കും ഈ ആംഗിളും A. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതും A തന്നെയാണ്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu is equal to sin I by
സൈൻ ആർ. നമ്മുടെ കേസിൽ ആർ എന്ന് പറയുന്നത് എ ആണല്ലോ. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ എ. സ്മോൾ ആംഗിൾഡ് പ്രിസമായതുകൊണ്ട് മ്യൂ ഈസ് ഈക്വൽ ടു ഐ ബൈ എ. കാരണം നമുക്കറിയാം, ഇഫ് ആംഗിൾ ഈസ് ടു സ്മോൾ, sin theta approximately equal to theta. Here our prism is a small angled prism, therefore sin I is approximately equal to I, sin A is approximately equal to A. എന്ന് പറഞ്ഞാൽ I is equal to mu A. This is angle of incidence. Angle of incidence I is equal to mu A.